നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസമില്ല. ജനങ്ങളുടെ റെസ്പോൺസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ ഇവിടെ വരുന്നത് ഇവിടുത്തെ വൈബ് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. രഥോത്സവം അങ്ങനെ ആളുകളുടെ വലിയ ഒരു ദേശീയ ഉത്സവമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ, സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ട് ഒഴുകി എത്തുകയാണ്. വൈകുന്നേരം ഒരു 5 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് ഈ രഥസംഗമം നടക്കും. എന്നോടൊപ്പം ഉള്ളത് പി സരിനാണ്. എങ്ങനെയുണ്ട് രഥോത്സവം? നിങ്ങളല്ലേ പറയേണ്ടത് എങ്ങനെയുണ്ട് രഥോത്സവം? ഇപ്പോൾ എന്താ പറയുക, രഥോത്സവം തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന അതിൻ്റെ റിപ്പോർട്ടിംഗ് അനുഭവമാണ് എനിക്ക് തോന്നുന്നു ഓരോ റിപ്പോർട്ടർമാർക്കും പാലക്കാടുള്ളവർക്ക് പറയാനുള്ളത്. കഴിഞ്ഞ തവണ അത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഇടയിലാണെന്ന് മാത്രം. കഴിഞ്ഞ തവണ പൂർണ്ണ സമയം ഇവിടെ ഉണ്ടായിരുന്നു, അന്ന് സ്ഥാനാർത്ഥിയായിരുന്നു അല്ലേ? ഇത്തവണ ഉണ്ട്. നിങ്ങളെ കാണുന്നതിന് കൂടുതൽ സമയവും സൗകര്യവും വേണ്ട എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഈ സ്ഥാനാർത്ഥി ആയിരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നതും ഇപ്പോൾ വരുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസമില്ല. ജനങ്ങളുടെ റെസ്പോൺസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ ഇവിടെ വരുന്നത് ഇവിടുത്തെ വൈബ് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ ഗ്ലോബലായിക്കൊണ്ടിരിക്കുന്നുണ്ട് കൽപ്പാത്തി തേര് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷവും അതിൻ്റെ ഇരട്ടി ഈ വർഷം അത് അനുഭവപ്പെടുന്നുണ്ട്. കാരണം പല ഭാഷ സംസാരിക്കുന്നവർ ഈ രഥസംഗമം പോലെ തന്നെ ഒരു സംഗമമായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. തലേ ദിവസങ്ങളിൽ വന്ന് താമസിക്കുന്ന ഇവിടുത്തെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. പുറമേ ഉള്ള അഡ്രസ്സിലുള്ളവർ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന എല്ലാ ഹോട്ടൽസും സോൾഡ് ഔട്ടാണ് തലേന്ന് രാത്രി, അതായത് ഇന്നലെ രാത്രി, ഇന്ന് രാത്രി, മിനിഞ്ഞാന്ന് രാത്രിയൊക്കെ. ദാറ്റ് മീൻസ് ഇറ്റ്സ് സ്ലോലി പിക്കിംഗ് അപ്പ്. ഇത് പാലക്കാടിൻ്റെ മാത്രമല്ല, പാലക്കാടിനെ ഒരു ഗ്ലോബൽ സ്പേസിലേക്ക് മാറ്റുക എന്നുള്ളത് രഥോത്സവത്തെ മുൻനിർത്തി സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ഇവിടെയുണ്ട് ഈ വൈബ് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ തന്നെയുണ്ട്. കാരണം 2-3 വാർഡുകൾ കൽപ്പാത്തിയുടെ ചുറ്റുമാണല്ലോ. 4 വാർഡുകൾക്കുള്ള ഒരു പ്രദേശമാണ് കൽപ്പാത്തി എന്ന് പറയുന്ന ഈ ഏരിയ. അപ്പോൾ അവിടെ തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്. വീടുകൾ കയറിയിറങ്ങാൻ പ്രവർത്തകർ ഓരോരുത്തരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നു. സന്തോഷം കണ്ടതിൽ. എന്തായാലും രഥോത്സവം അത് വലിയ ആഘോഷമാക്കി തന്നെ പോവുകയാണ്. അപ്പോൾ അതിന് ഇടയ്ക്കാണ് ഈ പല ആളുകളെയും കാണുന്നത്. ഈ സരിൻ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരിക്കെയാണ് രഥോത്സവത്തിൽ പങ്കെടുത്തത്. ഇത്തവണ അദ്ദേഹം ഒരു CPM നേതാവ് എന്ന നിലയ്ക്ക് ഈ രഥോത്സവത്തിൻ്റെ ഭാഗമായി അങ്ങനെ പങ്കെടുക്കുന്നു. എന്തായാലും ഈ ക്ഷേത്രത്തിലേക്ക് ഈ ദർശനം കാണാനാണ് ഈ നീണ്ട ക്യൂ. ഈ 100 കണക്കിന് ആളുകളാണ് ആ ക്യൂവിൽ നിൽക്കുന്നത്. എന്തായാലും പാലക്കാടിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമായി ഈ രഥോത്സവം മാറിക്കഴിഞ്ഞു എന്നതിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ കൽപ്പാത്തിയിലുള്ള യുവാക്കൾ ജോലി ചെയ്യുന്നത്. അതായത് ഈ അമേരിക്കയിലും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും എല്ലാം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെല്ലാം തന്നെ ഈ രഥോത്സവത്തിന് ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.